നമുക്ക് ഇന്ന് രാത്രിയിലത്തെ ഭക്ഷണമാണ് കേട്ടോ. നമ്മളുണ്ടാക്കുന്ന ചപ്പാത്തിയും കറിയും പിന്നെ അതിൻ്റെ കൂടെ ഒരു ചെറിയൊരു പലഹാരം കൊണ്ടുണ്ട്. അതുകൂടെയൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ നമുക്ക് ഇത് അത്യാവശ്യം കുറച്ച് ഗോതമ്പ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം. പിന്നെ ലേശം ഒരു ടീസ്പൂൺ പഞ്ചസാരയും ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് മെൽറ്റാക്കിയതാണ് കേട്ടോ. അതും കൂടെ ചേർക്കുവാണ്. അപ്പോൾ ഇച്ചിരി ഒരു നല്ലൊരു മയമൊക്കെ കിട്ടും. പിന്നെ നമുക്ക് ആദ്യം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ചപ്പാത്തിയുടെ മാവൊന്ന് കുഴച്ച് വയ്ക്കാം. നമ്മളിത് കുഴച്ച് വെച്ചു. അതിൻ്റെ ശേഷം ഇച്ചിരി എണ്ണയും കൂടെ എൻ്റെ പുറത്തൂടെ ഒന്ന് തേച്ച് വെക്കുക. എന്നിട്ട് ഇനി നമുക്ക് കറി ഉണ്ടാക്കിയതിന് ശേഷം ചപ്പാത്തി ഉണ്ടാക്കാം. നമുക്ക് അടുത്ത ഒരു തേങ്ങ അരച്ച് ചേർക്കാത്ത ഒരു സിമ്പിൾ കിഴങ്ങ് കറിയും കൂടെ നമുക്ക് വെക്കാം. അതിനായിട്ട് ഇതാ ഒരു കിഴങ്ങ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഒരു സവോള, പിന്നെ ആവശ്യത്തിനായിട്ടുള്ള സവോള, കുറച്ച് പച്ചമുളക്, കുറച്ച് കറിവേപ്പില, കുറച്ച് ഇഞ്ചി, കുറച്ച് മല്ലിയില. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാം. ചീഞ്ചട്ടി ചൂടായി കിടക്കുകയാണ്. അപ്പോൾ നമുക്കതിലേക്ക് ആവശ്യമുള്ള എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയാണ്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് കടുക് ഇടാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. നമുക്ക് വറ്റൽമുളക് ഇടാം, കറിവേപ്പില, നമുക്ക് ഇതിനെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് സവോള, പച്ചമുളക്, ഇഞ്ചി നമുക്ക് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. ഇതൊന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ലേശം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നാൽ നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ. ഇതിലേക്ക് ലേശം മല്ലിപ്പൊടി ചേർക്കുകയാണ്. ലേശം ചേർക്കുന്നുള്ളൂ കേട്ടോ. ഒരു 1.5 ടീസ്പൂണ് അത്രയും. ഇനി നമ്മളിതാ പെരുംജീരകത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. അതൊരു 2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് ആ പൊടികളെല്ലാം ഒന്ന് ചൂടായിട്ട് വരട്ടെ. പൊടികളെല്ലാം ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പുമൊക്കെ ചേർത്തിട്ട് നമുക്ക് അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. നമ്മളൊന്ന് തിളച്ചതിന് ശേഷം ഉപ്പ്, ഈ ഉരുളക്കിഴങ്ങ് ഇട്ടതിന് ശേഷം തിളച്ചിട്ടേ നമ്മൾ ഉപ്പ് ചേർക്കുന്നുള്ളൂ കേട്ടോ. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലേശം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഉരുളക്കിഴങ്ങ് നമ്മൾ ഇങ്ങനെ ഫ്രഷായിട്ട് ചേർക്കുന്നതിനേക്കാളും ഒന്നും കൂടെ നല്ലത് നമ്മൾ പുഴുങ്ങിയിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഉടച്ച് ചേർക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത് കേട്ടോ. ഇതിപ്പോൾ ഞാൻ എളുപ്പത്തിൽ അങ്ങ് ചേർക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് നമുക്കൊന്ന് ഉടച്ചും കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ലേശം മല്ലിയിലയും 2 കറിവേപ്പിലയും കൂടെ പൊടിയൊന്ന് ചേർത്തിട്ട് നമുക്ക് വാങ്ങി വെക്കാം.
ഇനി നമുക്ക് ഒരു ബ്രെഡ് പിസ്സ ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് കുറച്ച് ചിക്കൻ ഇങ്ങനെ വേവിച്ച് അതൊന്ന് വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. മസാലയൊക്കെ ചേർത്ത് വേവിച്ചിട്ട് എന്നിട്ട് പിന്നെ ഒന്ന് വറുത്തും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ കെച്ചപ്പുണ്ട്, പിന്നെ ഒലിവ് ഇങ്ങനെ മുറിച്ച് ചെറുതായിട്ട് വട്ടത്തിൽ അത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പച്ചമുളക്, തക്കാളി, മോസറല്ല ചീസ്. അപ്പോൾ നമുക്ക് ഇതും കൂടെ ഒന്ന് ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ആദ്യം കെച്ചപ്പ് തേച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ബാക്കി ഫില്ലിങ്ങൊക്കെ നിറച്ചതിന് ശേഷം നമുക്ക് ഈ ബ്രെഡോട് ചേർത്ത് ഇങ്ങനെ അടച്ചു വെക്കണം. നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറുതീയിലാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. നമുക്ക് ഇവിടെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ലൈറ്റായിട്ട് തീ ഇടാവുള്ളൂ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇത് മാറ്റി വെക്കാം. നമുക്കിത് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ നമുക്കൊന്ന് എടുക്കാം. നമുക്കിത് മാറ്റി വെക്കാം. ഇത് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ നമുക്കൊന്ന് എടുക്കാം. ചപ്പാത്തി, കിഴങ്ങേറി, ബ്രെഡ് പിസ്സ. അപ്പം ഞാനിതൊന്ന് മുറിച്ച് കാണിക്കാം. ഇതാ നമ്മുടെ ചീസൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വലിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ചീസ് കുറേശ്ശേ ഇട്ടിട്ടുള്ളൂ, അതുകൊണ്ടാണിത് കൂടുതലായിട്ട് ഇങ്ങനെ കാണാത്തത് കേട്ടോ. ഇത് കണ്ടോ, ഇതല്ലേ. അപ്പം എല്ലാവരും ബ്രെഡ് പിസ്സയൊക്കെ ഒന്ന് റെഡിയാക്കി നോക്കുക കേട്ടോ.